പരന്നൊഴുകുന്ന വെള്ളച്ചാട്ടവും അതിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളും പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള പാറക്കൂട്ടവും അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ് മൂലേപ്പാടം വാട്ടർഫാൾ. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ നമ്മളെ കക്കാടംപൊയിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിതപ്പോൾ ഇവിടെ നിലമ്പൂരിലേക്കുള്ള വഴിയാണ്. ഈ വഴി നേരെ പോയാൽ നിലമ്പൂരെത്തും. പിന്നെ ഈ റോഡ് ഇങ്ങോട്ട് പോയാൽ നമ്മൾ അരീക്കോട് മുക്കം ആ റൂട്ടാണ്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ നിലമ്പൂർ റൂട്ടിൽ തന്നെ മൂലേപ്പാടം ബ്രിഡ്ജിൻ്റെ മുകളിലാണ്. ഈ മൂലേപ്പാടം ബ്രിഡ്ജിൻ്റെ താഴേക്കൂടെ ഒഴുകുന്നതാണ് നമ്മളെ കുറുവൻ പുഴ എന്നുള്ളത്. നമ്മൾ ഈ കുറുവൻ പുഴ നമ്മൾ പോകുന്ന വഴി എല്ലാവർക്കും ഒന്ന് കുളിക്കണമെന്നൊക്കെ തോന്നിയപ്പോൾ ജസ്റ്റ് ഇവിടെ നിർത്തിയതാണ്. ഈ ഒരു പുഴ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ഒഴുകുന്നതും അതുപോലെ അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഇതാണ് നമ്മളെ മൂലേപ്പാടം വെള്ളച്ചാട്ടം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാഴ്ചകളെ കണ്ട് ഇവിടെ അടിപൊളിയായിട്ട് കുളിക്കാമെന്നുള്ളൊരു ഇത് തോന്നിയപ്പോഴാണ് നമ്മളിവിടെ നിർത്തിയത്. നമ്മൾ നേരത്തെ പോകുന്ന വഴി നമ്മളെ കക്കാടംപൊയിലിൻ്റെ അടുത്ത് നമ്മളെ കോഴിപ്പാറ വെള്ളച്ചാട്ടമുണ്ട്. പക്ഷേ അതിനേക്കായൊക്കെ അവിടെ ടിക്കറ്റ് എടുത്ത് കയറണം. അതിനേക്കായൊക്കെ കാണാനും രസവും കുളിക്കാനൊക്കെ അടിപൊളിയായി നമുക്ക് തോന്നിയത്, നമുക്ക് ഫീൽ ചെയ്തത് ഇവിടെയാണ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ അതുപോലെ തന്നെ അതിനെ സേഫായിട്ട് കുളിക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് കുളിച്ചത്. നമ്മളിവിടെ അടുത്തുള്ള ഒരു ഫ്രണ്ട് വിളിച്ചോ പറഞ്ഞാണ് നമ്മളോട് പറഞ്ഞു ഇതാ ഇവിടെ മൂലേപ്പാടം വാട്ടർഫാളിൽ വന്ന് കുളിച്ചോ അതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇവിടെ എത്തിയതാണ്. ഈ പാലത്തിൻ്റെ അടുത്തുകൂടെ പോയിട്ടാണ് അവിടേക്ക് ഇറങ്ങാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ഇവിടെ അടിച്ചു പൊളിക്കാം. ഇപ്പോൾ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുന്ന ആ വഴി ഇങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ നമ്മളെത്തുമ്പോഴത്തേന് നമ്മളെ കൂടെയുള്ള ബാക്കിയുള്ളവർ അവിടെ കുളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് കുളിക്കുന്നുണ്ട്. നല്ല ഒഴുകുന്ന വെള്ളമാണ്. പക്ഷേ അതിനകത്രം അവിടെ കുളിക്കുന്നത് കണ്ടിട്ട് അതിനകത്ത് ആഴോ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഈ ഭാഗത്തൊക്കെ മുങ്ങി കുളിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. മുസ്തഫാക്കി ആസിഫൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ നല്ല എൻജോയ് ചെയ്ത് കുളിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ തൊട്ടപ്പുറത്ത് തന്നെ അവിടെ ആ ഒരു നല്ല വെള്ളം ഒഴുകി വരുന്ന ആ സ്ഥലങ്ങളില്ലേ അവിടെയൊക്കെ ഇരുന്നിട്ട് നല്ല ഉഷാറായിട്ട് കുളിക്കുന്നുണ്ട്. നല്ല സേഫായിട്ടുള്ള സ്ഥലമാണ്, കുളിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട് തന്നെയാണ്. നമ്മൾ നേരത്തെ ഇറങ്ങി ആ താഴെയുള്ള സ്ഥലത്തുനിന്ന് കുറച്ചും കൂടി മുകളിലോട്ട് വന്നാൽ ഇവരൊക്കെ കുളിക്കുന്ന അവിടേക്ക് വന്നാൽ ഇവിടെ നല്ല ഉഷാറായിട്ട് തന്നെ നല്ല ഇങ്ങനെ തട്ടായിട്ട് വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ഓരോ തട്ടിലിരുന്ന് കുളിക്കാൻ അതിൻ്റെ ഭയങ്കര രസമാണ്. ആ ഒരു വെള്ളം അങ്ങനെ പുറകിൽ വന്ന് തട്ടുന്നതും ആ ഒരു അങ്ങനെ ഒലിച്ചു പോകുന്ന കാര്യങ്ങളൊന്നുമില്ല. കാരണം അവിടെ അടിയിൽ നല്ല സേഫായിട്ട് ഇരിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ട് കുളിക്കാൻ പറ്റിയ സ്പോട്ടാണ്. എന്തായാലും എൻജോയ് ചെയ്ത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വാട്ടർഫാളിലെ ഭംഗി എന്ന് പറഞ്ഞാൽ എന്നതാണ്, ഒരു സൈഡിൽ വെള്ളം കുറവാണ്. ഈ ഒരു ടൈമിൽ വെള്ളം കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് കുളിക്കാനും ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഈ ഒരു ഇതിൻ്റെ രസം തന്നെ കണ്ടില്ല, കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഒരു സൈഡിൽ പാറക്കൂട്ടങ്ങളും ചെറിയ പാറൻ്റെ ഉരുളക്കല്ലുകളും ഇപ്പുറത്ത് ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്ന ആ ഒരു കാഴ്ചയും ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ തോന്നുന്നത്. പിന്നെ അവരൊക്കെ അവിടെ കുളിക്കുന്നുണ്ട്. എന്തായാലും അടിപൊളി പ്ലേസാണ്. ഈ ഒരു സ്പോട്ട് അത്രയ്ക്ക് വലിയ ഡേഞ്ചറായ സ്പോട്ടാണെന്നൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. കാരണം അധികം ആഴോ കാര്യങ്ങളൊന്നുമില്ല. ഉഷാറായിട്ട് സുഖമായിട്ട് തന്നെ കുളിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. പിന്നെ അങ്ങോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചാടി കുളിക്കാൻ അങ്ങനത്തെ അതിനുള്ള ആഴോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ ഫുള്ള് പാറകളാണ്, ചെറിയ ചെറിയ പാറകളാണ്. അതിൻ്റെ ആ ഒരു വൈബും കാര്യങ്ങളും ആ ഒരു കാഴ്ചയൊക്കെയാണ് ഈ കാണുന്നത്. ഈ ഒരു വാട്ടർഫാളിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നിലമ്പൂരിൽ നിന്ന് കക്കാടംപോയിൽ പോണ റൂട്ടിൽ, നമ്മളെ മുക്കം കക്കാടംപോയിൽ പോണ റൂട്ടിൽ അകമ്പാടം കഴിഞ്ഞ് മൂലേപ്പാടം ബ്രിഡ്ജിൻ്റെ തൊട്ട് താഴെയാണ് ഈ കാണുന്ന വാട്ടർഫാൾ വരുന്നത്. പിന്നെ കുളിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി വാട്ടർഫോളാണ്. നമ്മൾ ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫ്രണ്ട്സിനായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് തന്നെ കുളിക്കാൻ പറ്റിയ പോലെ ഫാമിലീസ് കുട്ടീസിനും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി കുളിക്കാൻ പറ്റിയൊരു വാട്ടർഫോളാണ്. കാരണം അങ്ങനെ അത്ര വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്പോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ വഴുക്കലൊന്നും വല്ലാണ്ടില്ല. എന്നാലും ഒന്ന് സൂക്ഷിക്കണം, നന്നാവും. സ്ഥിരമായിട്ട് വെള്ളമൊഴുകി പോകുന്ന പാറകളൊക്കെയാണ്. പക്ഷേ വഴുക്കലോ കാര്യങ്ങളൊന്നുമില്ല. ഉഷാറായിട്ട് അങ്ങനെ ആഴോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ പരന്നൊഴുകുന്ന ഒരു വാട്ടർഫോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഉഷാറായിട്ട് എൻജോയ് ചെയ്ത് കുളിക്കാൻ പറ്റിയ ഒരു അടിപൊളി വാട്ടർഫോളാണ് നമ്മൾ ഈ മൂലേപ്പാടം വാട്ടർഫോൾ എന്നുള്ളത്. നമ്മൾ കക്കാടംപോയിലൊക്കെ ഇതുവഴി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ തിരിച്ചു വരുന്ന ആ ടൈമിലൊക്കെ ഇറങ്ങി കുളിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. നമ്മൾ നേരത്തെ നിന്നോട്ടുന്നതാ കുറച്ചും കൂടി മുകളിലോട്ട് വന്നാണ്. ഇവിടെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും കൂടി രസമുള്ള സ്ഥലമാണ്. അവിടെ കുറേ വേര് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു വെള്ളത്തിൻ്റെ പ്രത്യേകത ഉണ്ടല്ലേ, ഭയങ്കര ക്ലിയർ വാട്ടർ ആട്ടോ.
നമ്മൾ ക്രിസ്റ്റൽ വാട്ടർ എന്നൊക്കെ പറഞ്ഞ രൂപത്തിലുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. ആ ഒരു ഇതിൻ്റെ അടിഭാഗമൊക്കെ കാണുന്ന കണ്ടില്ലേ, നല്ല ക്ലിയർ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ പാറ കാര്യങ്ങളൊന്നുമില്ല. അടിയിൽ ചെറുതായിട്ട് പാറൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരിവിടെ കുറച്ച് ആഴമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവരുടെ ഇറങ്ങി കുളിക്കണം. എന്നാലും മുങ്ങാൻ മാത്രം ആഴ കാര്യങ്ങളൊന്നുമില്ല, കുളിക്കാൻ പറ്റിയ ആഴ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഇതാ ഇവരിവിടെ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ ഒരു വാട്ടർഫാൾ പരന്നൊഴുകുന്ന ആ ഒരു കാഴ്ച കണ്ടില്ലേ, ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളും ഇടയിലുള്ള മരങ്ങളും പിന്നെ അവിടെ ഉള്ള പാറക്കൂട്ടങ്ങളും അതിനിടയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന കാഴ്ചകളും എന്തുകൊണ്ടും അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ ഈ കളികളും എല്ലാം കൂടി ആയിട്ട് പൊളി വൈബാണ്. നല്ല നമ്മൾ അടിപൊളിയായിട്ട് ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു വാട്ടർഫാൾ കണ്ടിരിക്കുകയാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു കയറി നമ്മൾ ഏകദേശം 2-3 മണിക്കൂർ വെള്ളത്തിൽ നിന്നിട്ടുണ്ട് കേട്ടോ. നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ മൂലപ്പാടത്തുള്ള ആകെ ഒരു ഹോട്ടൽ നമ്മളെ നൗഷാദ് ഖാൻ്റെ ഹോട്ടലാണ് ഇവിടെ ഉള്ളത്. ഈ റൂട്ടിലുള്ള ആകെ ഒരു ഹോട്ടലാണ്. ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ വന്നപ്പോൾ തന്നെ ഫുഡ് ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫുഡ് അവരിവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചിക്കൻ ബിരിയാണി, നല്ല വിശപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പോളിങ്ങിലാണ്. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി നമ്മളെ നൗഷാദ് ഖാൻ്റെ വക. നൗഷാദ് ഖാൻ ഇവിടെ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി ഇവരിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. നല്ല ചിക്കനൊക്കെ ഉള്ള നല്ല കിടിലം. ഈ ഒരു ടൈമിൽ ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റാഹത്താണ്. കാരണം അത്രയും വിശന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. നമ്മളെ നൗഷാദാണ് ഉള്ളത്. അങ്ങനെ ആ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മളിതാ തിരിച്ച് നാട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ അടിപൊളി കാഴ്ചകളായിരുന്നു. വെള്ളച്ചാട്ടങ്ങളെല്ലാം കണ്ട് നമ്മൾ ആ ഒരു നിലമ്പൂർ മല എല്ലാം കണ്ട് നിലമ്പൂർ കാഴ്ചകൾ. നമ്മൾ പിന്നെ നിലമ്പൂർ ടൗണ് കാര്യങ്ങൾ അങ്ങനെ തെക്ക് മ്യൂസിയം അങ്ങോട്ടൊന്നും പോയിട്ടില്ല, ആറ്റുംപാറൊന്നും പോയിട്ടില്ല. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ആ റൂട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. നമ്മൾ ഈ ഒരു കാണാത്ത ഈ 2 സ്ഥലങ്ങളെ നോക്കിയിട്ടാണ് നമ്മൾ വന്നിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.